അല്ലെങ്കിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികൾ വന്ന് അവിടെ നീരുറയിൽ മുങ്ങിക്കുളിക്കുന്നു. അവരൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സാധിച്ചു കിട്ടുന്നു. അവര് രോഗ സൗഖ്യമുള്ളവരായി തിരികെ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിങ്ങളൊക്കെ പലതവണ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈ രോഗസൗഖ്യം ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മുടെ വിശ്വാസത്തിൽ ഒരുപാട് വളർന്നു കഴിഞ്ഞു. പൗലോസ്ലിഹ പറയുന്നത് പോലെ നമ്മൾ ശിശുവായിരുന്നപ്പോൾ നമ്മൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ ശിശുസഹിതമായവ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ പാല് കുടിച്ചു, പക്ഷേ വലിയ കുട്ടികളായപ്പോൾ കട്ടിയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ആത്മീയമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആത്മീയ ഉന്നതിയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ അമ്മയെ സമീപിക്കുമ്പോൾ സമീപിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾക്ക് മാത്രമായി പരിശുദ്ധ അമ്മയെ സമീപിക്കരുത്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു ഭൗതിക സൗഖ്യമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ആത്മീയ സൗഖ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ ആത്മാവിന്റെ സൗഖ്യത്തെക്കുറിച്ചാണ്. ആത്മാവിന് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ അതിനർത്ഥം ആത്മാവിന് രോഗമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശരീരങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനും രോഗം സംഭവിക്കാം. അത്തരം രോഗങ്ങളിൽ നിന്നുള്ള മോചനം, രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. ശരീരത്തിനപ്പുറം നമുക്കൊരു ആത്മാവുണ്ടെന്ന ചിന്തയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസ തലത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. എത്ര തവണ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവേ, എൻ്റെ ആത്മാവിന് ഏറ്റ ക്ഷതങ്ങളെ, എൻ്റെ ആത്മാവിനേറ്റ മുറിവുകളെ നീ പരിശുദ്ധ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് മാധ്യസ്ഥപേക്ഷിച്ചുകൊണ്ട് മാറ്റിത്തരണമേ എന്ന്. നമ്മളൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആത്മീയമായി മുറിവേറ്റവരാണ് നാം എല്ലാവരും തന്നെ. നമ്മൾ മനസ്സിലാക്കാത്ത പലതരത്തിലുള്ള ആത്മീയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ളവരാണ് നാം എല്ലാവരും തന്നെ. മനുഷ്യന്റെ ഭൗതിക തലങ്ങളെ കാണുമ്പോൾ ദൈവം കാണുന്നത് മനുഷ്യന്റെ ആത്മീയ തലങ്ങളെയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തില് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. തളർവാദ രോഗിയും കൂടെയുള്ളവരും തളർവാദ രോഗിയെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവന്നത് അവന് അവന് ഭൗതികമായ സൗഖ്യം കൊടുക്കാനാണ്, ശാരീരികമായ സൗഖ്യം, തളർവാദത്തിൽ നിന്നും അവന് മോചനം ലഭിക്കുവാൻ. പക്ഷേ അവരെല്ലാവരും ഇവന്റെ ശാരീരികമായ ഈ ഒരു അവസ്ഥയെ, തളർവാദത്തെ നോക്കിക്കണ്ടപ്പോൾ യേശുവിന്റെ കണ്ണുകൾ പതിച്ചത് അവന്റെ ആത്മീയമായ തളർവാദത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഭൗതികമായ ശാരീരികമായ സൗഖ്യം നൽകുന്നതിനേക്കാൾ മുമ്പ് ഈശോ അവന്റെ പാപങ്ങൾ മോചിച്ചത്. യേശു മനസ്സിലാക്കി ഇവന് ആവശ്യം ഭൗതികമായ ഒരു മോചനത്തേക്കാൾ ആത്മീയമായ ഒരു മോചനമാണ്. പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, അതാണ് യഥാർത്ഥമായ ആത്മീയ സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥമായ ആത്മീയ സൗഖ്യം എന്നുള്ളത്. അത് യേശു മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും യേശുവിനെ സമീപിച്ച ഓരോ വ്യക്തിക്കും യേശു നൽകിയത് ഭൗതികമായ ഒരു സ്വാതന്ത്ര്യത്തേക്കാൾ ആത്മീയമായ ഒരു ഉണർവും, ആത്മീയമായ ഒരു സൗന്ദര്യവും, ആത്മീയമായ സൗഖ്യവുമായിരുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ചറിയാം, യേശു സുഖപ്പെടുത്തിയ വ്യക്തികളൊക്കെ ഭൗതികമായി മാത്രമല്ല ആത്മീയമായും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യേശുവിന്റെ ലക്ഷ്യം ഭൗതികതയല്ല, ശാരീരികതയല്ല, മറിച്ച് ആത്മീയതയായിരുന്നു. കാരണം ശരീരത്തിനപ്പുറം നമുക്കൊരു ആത്മാവുണ്ട്. ശരീരത്തെക്കാളും നാം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ ആത്മാവിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണെന്ന് സുവിശേഷങ്ങളിലൂടെ, യേശുവിന്റെ അത്ഭുതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഈ ആത്മീയമായ രോഗം എന്നുള്ളത്? പലപ്പോഴും നമുക്ക് നമ്മുടെ ആത്മീയ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചിലര് ഐഡന്റിഫൈ ചെയ്താലും അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലർക്ക് ആത്മീയ രോഗങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ 3 തട്ടിലാണ് നമ്മുടെ ആത്മാവിന്റെ വിശേഷണങ്ങളൊക്കെ ഉള്ളത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ യുഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് സെൻസ് ഓഫ് സിൻലെസ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് പാപത്തെ കുറിച്ചുള്ള ബോധമില്ല, എന്താണ് പാപം എന്നറിയില്ല. കുമ്പസാരിക്കാൻ വരുമ്പോൾ എന്തൊക്കെ പാപങ്ങളാണ് കുമ്പസാരത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം പാപം എന്താണെന്നറിയില്ല. എന്ത് ചെയ്യുമ്പോഴാണ് അത് പാപമായിട്ട് മാറുന്നത്, ഏതൊക്കെയാണ് പാപം, ഏതെല്ലാമാണ് പാപമല്ലാതിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് യഥാർത്ഥമായുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു കാഴ്ചപ്പാട് പലർക്കും ഇല്ല.
ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നത്തെ നമുക്കറിയാം യുവതലമുറയൊക്കെ ആദ്യമൊക്കെ നമ്മൾ കുറെ പേര് കള്ളു കുടിച്ച് നടന്നു, അല്ലെങ്കിൽ ബീഡി വെച്ച് നടന്നു. പക്ഷെ ഇന്നത്തെ യുവതലമുറ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവര് കഞ്ചാവിനും മറ്റു മയക്കുമരുന്നുകൾക്ക് അടിമയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തിന്മയല്ല, ഒരു പാപമല്ല, പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഇതാണ് ആത്മീയമായ അജ്ഞത എന്ന് പറയുന്നത്. ഒരു വലിയവരൊക്കെ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. പലർക്കും അറിയാം അത് ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷെ അത് മറികടക്കാനുള്ള ശക്തി അവർക്കില്ല. ആത്മീയമായ ഒരു ദാരിദ്ര്യമാണ് അവിടെ വിവക്ഷ. നമ്മൾ ചില പാപങ്ങൾ നമ്മൾ ഇങ്ങനെ തഴക്കദോഷങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ, ഈ പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ളവർ വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ, ഒരുപാട് ഈ പോൺ വീഡിയോസ് ഒരുപാട് കാണുന്നു. അത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ അത് മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന് മറികടക്കാനായിട്ട് എന്തുകൊണ്ടാണ്? ആത്മീയമായിട്ടുള്ളൊരു ശക്തി അവർക്ക് എവിടെയൊക്കെ ചോർന്നു പോയി. അത് അവർ ആത്മീയമായി അവർ രോഗികളായിട്ട് മാറിക്കഴിഞ്ഞു. അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് ആത്മീയ രോഗമെന്നുള്ളത്. ചിലത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ചിലത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താലും നമുക്ക് അത് തിരുത്താനായിട്ട് ആത്മീയമായി സൗഖ്യം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെയൊക്കെ നാം ചെയ്യേണ്ടത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മുടെ ഭൗതികത കാണുമ്പോൾ ദൈവം ആദ്യം നമ്മിലേക്ക് നോക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. ദൈവം ആത്മാവിൻ്റെ അവസ്ഥ കണ്ട് നമ്മുടെ ആത്മാവിനെയൊക്കെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനാണ്, തയ്യാറുള്ളവനാണ്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് വന്നണയുക എന്നുള്ളതാണ്. ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക, നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ഡോക്ടർ തരുന്ന മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കും. നമുക്കും ഇത്തരം ആത്മീയ ആലയങ്ങളുണ്ട്, ആത്മീയ വ്യക്തികളുണ്ട്, ആത്മീയ വൈദ്യരുണ്ട്. കുമ്പസാരക്കൂട് എന്നുള്ളത് വലിയൊരു ആശുപത്രിയാണ്. നമ്മുടെ രോഗങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തുന്ന വലിയ ആശുപത്രിയാണ് ഈ കുമ്പസാരക്കൂട്. അവിടെയുള്ള വൈദികൻ രോഗങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന, ദൈവനാമത്തിൽ രോഗങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന ഒരു ആത്മീയ വൈദ്യനാണ്. അവിടെ ചെന്ന് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ആത്മാവിന്റെ കുഷ്ഠം കഴുകിക്കളഞ്ഞ് വൈദികൻ കൽപ്പിച്ചു തരുന്ന പ്രായശ്ചിത്തവും ചെറിയ ഉപദേശങ്ങളൊക്കെ നമ്മൾ അനുസരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വൈദികൻ തരുന്ന ആ ഒരു രോഗം മാറ്റാനുള്ള ഗുളികകൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അത്തരം ഗുളികകൾ മുറയ്ക്കനുസരിച്ച് സമയം തെറ്റാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ആത്മാവിന്റെ രോഗങ്ങളെ പതിയെ 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 മാറ്റി സൗഖ്യമുള്ളവരായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആത്മീയമായി ഒരു പടി കൂടി നമുക്ക് വളരാം. തീർച്ചയായും നമ്മുടെ ജീവിതങ്ങൾക്ക് ശാരീരികമായ സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിൻ്റെയും ശമനത്തിൻ്റെയും ആവശ്യമുണ്ട്. അതിന് തീർച്ചയായും നമ്മൾ പരിശുദ്ധ അമ്മയെ സമീപിക്കണം. രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ തീർച്ചയായും നമ്മുടെ ശാരീരിക രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് നമ്മുടെ ആത്മാവിൻ്റെ ഇംഗിതങ്ങളും നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ആത്മാവിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, രോഗാവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ ക്ഷീണങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മയെ നമ്മൾ അറിയിക്കണം. പരിശുദ്ധ അമ്മ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കനായിലെ കല്യാണ വിരുന്നിൽ അതാണ് സംഭവിച്ചത്. ആ ഒരു കുടുംബം തങ്ങളുടെ പരാതി പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ ബോധിപ്പിക്കുന്നതിനേക്കാൾ മുൻപ് ആ കുടുംബത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ദൈവകുമാരനോട് ഉണർത്തിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ഈ ഒരു ദേവാലയത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ചെയ്യേണ്ടത് ചെയ്യും. യേശു പറഞ്ഞു എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ മുമ്പ് ആ കുടുംബത്തിന്റെ ആവശ്യം പരിശുദ്ധ അമ്മ അവിടെ ഉണർത്തി കഴിഞ്ഞു. പരിശുദ്ധ അമ്മ നമ്മുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. യേശു അത് ചെയ്യുകയോ ചെയ്യില്ല എന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യത്തെ കാര്യം പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോട് ഒരു പ്രാർത്ഥന ഉണർത്തിക്കുന്നതിനേക്കാൾ മുമ്പ് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ ഉണർത്തി കഴിഞ്ഞിരിക്കും. കാനായിലെ കല്യാണ വിരുന്ന് അതാണ് നമ്മോട് സമർത്ഥിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ തീർച്ചയായും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാം. ചിലപ്പോൾ യേശു പറയായിരിക്കും പിന്നീട് മതി,
അല്ലെങ്കിൽ തരില്ല, ഇതൊക്കെ പറയായിരിക്കും, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥ തേടിക്കൊണ്ടിരിക്കാം. അത് ഉറപ്പുള്ള ഒരു കോട്ടയാണ്. നമ്മൾ ലുത്തിനയില് പറയുന്നത് പോലെ ദാവീദിന്റെ കോട്ടയെ, നിർമ്മലം ദന്തം കൊണ്ടുള്ള കോട്ടയെ, അതിന്റെ അർത്ഥം എന്താണ്? ഉറപ്പുള്ള കോട്ടയാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ ശരീരത്തിന്റെ മാത്രമല്ല, നമ്മുടെ ആത്മാവിന് രോഗാവസ്ഥകളെ കുറിച്ച് പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിന് രോഗങ്ങൾ തീർപ്പ് കൽപ്പിച്ച് കൂടുതൽ സൗഖ്യമുള്ളവരായി മുന്നേറുവാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ അതിന് കാരണമായി തീരട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ശാരോണിൽ വിരിയും റോജാപ്പൂവേ, സിയോനിൽ എരിയും മണിദീപമേ, മാലോകർ വണങ്ങും സുരറാണി നീ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ഞങ്ങൾക്കായി എന്നുമെന്നും പ്രത്യാശയേകി മാനവ മക്കൾക്കായി പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി എന്നുമെന്നും. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. കൈകൂപ്പിപ്പാടിടാം നിൻ സവിധേ, കൈനീട്ടി നിൽക്കുന്നോരമ്മേ ഞങ്ങൾ. കൈകൂപ്പിപ്പാടിടാം നിൻ സവിധേ, കാരുണ്യമൊഴുകുന്ന ദിവ്യകാരുണ്യത്തിൻ സക്രാരി തീർക്കു നീ ഞങ്ങളിലും. കാരുണ്യമൊഴുകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സക്രാരി തീർക്കു നീ ഞങ്ങളിലും. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ശാരോണിൽ വിരിയും റോജാപ്പൂവേ, സിയോനിൽ എരിയും മണിദീപമേ, മാലോകർ വണങ്ങും സുരറാണി. മാതാവേ നിമ്മടിയിൽ ചായാനായി ഞാനും
പിന്നോളം നീ എന്നെ ഉയർത്തുന്നു. ആരും പാടാത്താരാട്ടാൻ അരികിൽ അണയൂ മാതാവേ, നീറിപ്പുകയും ഹൃദയത്തിൽ മലരായി വിരിയൂ മാതാവേ, കുരിശിൻ വഴിയിൽ എന്നെ താങ്ങണമേ, കനിവിൻ വട്ടം മുന്നിൽ തൂകണമേ. മാതാവേ മാതാവേ നിന്മടിയിൽ ചായാനാ ഞാനും വരവായേറെ കൊതിയോടെ. സഞ്ചാരിയായ ഞാൻ കേഴുമ്പോൾ സന്താപം തീർക്കുവാൻ നീ വന്നു. നെഞ്ചിന്റെ നൊമ്പരം ഏതുമേ വഞ്ചാമരം വീശി ആറ്റി നീ